കാവ്യാമൃതം കാവ്യാമൃതം കാവ്യാമൃതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 15-ാമത്തെ അധ്യായം വളരെ സുന്ദരമായ അധ്യായമാണ്. സുവിശേഷങ്ങളുടെ സുവിശേഷം എന്നാണ് ദൈവശാസ്ത്രജ്ഞന്മാർ അതിനെ വിളിക്കുക. 10 നാണയങ്ങളിൽ 1 കാണാതെ പോയ ഒരു സ്ത്രീ അത് തേടിപ്പിടിച്ച് കണ്ടെത്തി. ആ കണ്ടെത്തലിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്ന സുന്ദരമായ ഒരു ആവിഷ്കാരമുണ്ടതിൽ. ഈശോ പറഞ്ഞ മനോഹരമായൊരു ഉപമയാണത്. ഈ 10 നാണയങ്ങളിൽ 1 കാണാതെ പോകുമ്പോഴും 100 ആടുകളിൽ 1 നഷ്ടപ്പെടുമ്പോഴും 2 പുത്രന്മാരിൽ ഒരാൾ തന്നെ ഇട്ടിട്ട് പോകുമ്പോഴും വ്യത്യസ്തമല്ലാത്ത ചില വികാരങ്ങളാണ് ഒരു മനുഷ്യൻ അനുഭവിക്കുന്നു എന്നാണ് ഈശോ പറഞ്ഞത്. അത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അവിടുന്ന് വളരെ സ്നേഹപൂർവ്വം പറഞ്ഞൊരു കഥയാണ്. നഷ്ടപ്പെട്ടതിനെ തേടിപ്പോരുന്ന ദൈവത്തിൻ്റെ കഥ. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോയി എന്ന് നമുക്ക് തന്നെ തോന്നുന്ന ചില നിമിഷങ്ങളുണ്ടാകും. നമ്മെ നഷ്ടപ്പെട്ടു പോകുന്ന ഇടങ്ങളിൽ നമ്മെ തേടി വരുന്ന ദൈവത്തിൻ്റെ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം എത്രമാത്രമുണ്ട് എന്ന് ഓരോ വ്യക്തിക്കും അനുഭവിക്കുവാൻ ഒരിടം അവിടുന്ന് തന്നെ ഒരുക്കുന്നുണ്ട്. ആ ഒരു ദൈവവിളിയിലേക്ക് ഉണരുവാൻ ഒരുപക്ഷെ കാവ്യാമൃതത്തിലെ ഈ എപ്പിസോഡിലെ ഗാനങ്ങൾ നമ്മളെ സഹായിച്ചേക്കാം. കാവ്യാമൃതത്തിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ദൈവസ്നേഹം തൊട്ടറിയുന്ന ഒരാൾക്ക് ദൈവത്തിലേക്ക് തൻ്റെ ഹൃദയത്തെ ചേർത്ത് വയ്ക്കാതിരിക്കാനാവില്ല. മനസ്സുണരുമ്പോൾ ആത്മാവ് പൂവിടും എന്നൊരു ചൊല്ലുണ്ട്. മനസ്സ് ഉണർത്തി ആത്മാവിനെ ദൈവത്തിലേക്ക് ചേർത്ത് വയ്ക്കുവാൻ ഏതൊരു മനുഷ്യനും കൊതിക്കുന്ന ആത്മീയമായ ഉണർവിൻ്റെ നിമിഷങ്ങൾ ചില ഗാനങ്ങൾ നമുക്ക് സമ്മാനിക്കും. 1986 സ്നേഹപ്രതീകം എന്ന മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് ഗാനസമാഹാരങ്ങൾക്ക് വേണ്ടി KJ ജോസഫ് എന്ന അനശ്വര രചയിതാവ് അദ്ദേഹം എഴുതി സംഗീതം പകർന്ന അതിമനോഹരമായ ഒരു ഗാനം ഗാനഗന്ധർവൻ ഡോക്ടർ KJ യേശുദാസ് നമുക്ക് വേണ്ടി ആലപിച്ചിട്ടുണ്ട്. ഉണരൂ മനസ്സേ പകരൂ ഗാനാമൃതം. ദൈവത്തിനു വേണ്ടി പാടി അതിൽ അഭിരമിക്കുന്ന ഒരു ആത്മീയ തേജസ്വിയുടെ മനസ്സാണ് ഈ വരികളിൽ നമ്മൾ കണ്ടെത്തുക. ഒരു കാലഘട്ടത്തിൻ്റെ മുഴുവൻ സംഗീതമായി മാറിയ ഈ മനോഹരമായ ഗാനം ഇന്നും ആയിരക്കണക്കിന് ആളുകൾക്ക് ദൈവത്തിലേക്ക് തങ്ങളുടെ ഹൃദയത്തെ ഉണർത്തുവാൻ, ആത്മീയമായ അഭിഷേകത്തിൻ്റെ അവസരമാകുവാൻ വലിയൊരു ഇടം നൽകുന്നുണ്ട്. ഈ ഗാനം ഇന്ന് നമുക്ക് വേണ്ടി ആലപിക്കുന്നത് ശ്രീ ഗാഗുൽ ജോസഫാണ്. ഉണരൂ മനസ്സേ പകരൂ ഗാനാമൃതം. തെളിയൂ തിരികളെ രാജരാജ സന്നിധിയിൽ. ഉണരൂ മനസ്സേ പകരൂ ഗാനാമൃതം. രാജരാജ സന്നിധി
പരിശുദ്ധ അമ്മയെക്കുറിച്ച് എത്രയോ മനോഹരമായ ഗാനങ്ങളാണ് മലയാള സിനിമ ഈ കാലഘട്ടത്തിൽ നമുക്ക് നൽകിയിട്ടുള്ളത്. മലയാള സിനിമയുടെ പിറവി മുതൽ ക്രൈസ്തവമായ സങ്കല്പങ്ങളെ അധികരിച്ചുകൊണ്ട് സുന്ദരമായ ഭാഷയിൽ വയലാർ മുതൽ ഈ അറ്റം വരെ റഫീഖ് അഹമ്മദ് വരെ അതിമനോഹരമായ ഗാനങ്ങൾ പരിശുദ്ധ അമ്മയെക്കുറിച്ചും ക്രൈസ്തവ ദർശനങ്ങളെക്കുറിച്ച് വിശേഷമായും എഴുതി നമുക്ക് നൽകിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മ ഏതൊരു വ്യക്തിക്കും ഏത് സമയത്തും ആശ്രയിക്കുവാൻ കഴിയുന്ന അമ്മ മനസ്സാണ് എന്ന് കവി പാടുമ്പോൾ അത് പ്രശസ്ത കവി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളിലൂടെ നമ്മൾ കേൾക്കുമ്പോൾ അതിന് പ്രശസ്ത ഗായകൻ കൂടിയായ MG ശ്രീകുമാർ ഈണമിട്ട ഒരു ഗാനമാകുമ്പോൾ അത് സുന്ദരമായിരിക്കും. 2002 പുറത്തിറങ്ങിയ ചതുരംഗം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ പ്രിയങ്കരിയായ ഗായിക ചിത്രയും സംഘവും പാടിയ അതിമനോഹരമായ ഈ ഗാനം ഇന്ന് നമുക്ക് വേണ്ടി ആലപിക്കുന്നത് യുവഗായിക അന്ന ബേബിയാണ്. Mm-hmm.
ദൈവസ്നേഹം തൊട്ടറിയുന്ന ഏതൊരു ക്രൈസ്തവ വിശ്വാസിയും ദൈവത്തിലേക്കുള്ള വഴി അത് പരിശുദ്ധ അമ്മ തെളിക്കും എന്ന് നമ്മൾക്കറിയാം. അമ്മയിലൂടെ യേശുവിലേക്ക്, പിതാവിലേക്ക് ഉള്ള യാത്ര അത് ക്രൈസ്തവ വിശ്വാസിയുടെ അവകാശമാണ്. ജീവിതത്തിൻ്റെ ഏത് അവസരങ്ങളിലും, നമ്മൾ തളരുന്ന അവസരങ്ങളിൽ, ആരുമില്ല എന്ന് തോന്നുന്ന അവസരങ്ങളിലൊക്കെ നമ്മുടെ നേരെ തളരാതിരിക്കുവാൻ ആശ്വാസമേകിക്കൊണ്ട് ഒരു മാതൃകരം നീണ്ടുവരുന്നത് നമ്മളുടെ സ്വകാര്യമായ അനുഭവമാണ്. ഇത് യഥാർത്ഥത്തിലുള്ള വിശ്വാസ ചൈതന്യത്തിൽ നിന്നും വരുന്നതാണെങ്കിൽ തീർച്ചയായും ആത്മവിശ്വാസമായിരിക്കും നമുക്ക് ദൈവം നൽകുക. പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട് തന്നെ ഈശോയിലേക്ക് വളരുവാൻ കാവ്യാമൃതത്തിലെ ഈ ഗാനങ്ങൾ ഉപകരിക്കുന്നെങ്കിൽ അത് ദൈവസ്നേഹത്തിലേക്കുള്ള ഒരു ഉണർത്തുപാട്ടാവും. നമ്മെ തേടി വരുന്ന സ്നേഹപിതാവിൻ്റെ സ്നേഹമസൃണമായ പരിപാലന അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തെയും തഴുകി ഉണർത്തട്ടെ എന്ന ആശംസയോടുകൂടി കാവ്യാമൃതത്തിലെ ഈ ഗാനങ്ങൾ ആസ്വദിച്ച നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹപൂർവ്വം നന്ദി. സത്യസൗന്ദര്യ സ്നേഹമാധുര്യം വഴിയുന്ന നിസ്തുല കാവ്യാമൃതം നുകരാം നമുക്കിനി